തൃശൂർ പൂരത്തോടനുബന്ധിച്ച് തിരുവമ്പാടി വിഭാഗത്തിന്റെ പന്തൽ കാൽനാട്ട് കർമ്മം നടന്നു. രാവിലെ 9 മണിയോടെ സ്വരാജ് റൗണ്ടിലെ നടുവിലാലിലും നായ്ക്കനാലുമാണ് പന്തൽ കാൽനാട്ടിയത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. തിരുവമ്പാടി ക്ഷേത്രത്തിലെ മുതിർന്ന കമ്മിറ്റി അംഗം മോഹൻകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ശേഷം ദേശക്കാർ ചേർന്ന് ആദ്യം നടുവിലാലിലും പിന്നീട് നായ്ക്കനാലിലും നിർമ്മിക്കുന്ന പന്തലുകളുടെ കാൽനാട്ടി. 100 അടിയിലധികം ഉയരത്തിൽ നിർമ്മിക്കുന്ന ഇരുപന്തലുകളും സാമ്പിൾ വെടിക്കെട്ടിന് മുൻപ് തന്നെ ദീപാലങ്കൃതമാക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റ് ടി.എ. സുന്ദർമേനോൻ പറഞ്ഞു. അപ്പോൾ നല്ല അതിമനോഹരമായ പന്തലുകളാണ് ഇവിടെ നിർമ്മിക്കാൻ പോകുന്നത്. ഏകദേശം 100 അടിയോളം ഉയരം അതിനുണ്ടാവും. അതിമനോഹരമായ വർണ്ണപ്പകിട്ടോടു കൂടിയുള്ള ലൈറ്റിംഗ് സംവിധാനത്തോടു കൂടി സാമ്പിൾ വെടിക്കെട്ടിന് മുമ്പ് എല്ലാം പൂർത്തീകരിച്ച് അതിൻ്റെ ലൈറ്റ്സുമൊക്കെ ഓൺ ചെയ്തുകൊണ്ട് അന്ന് എല്ലാവർക്കും ഈ പൂരം ആസ്വദിക്കാൻ വരുന്ന എല്ലാവർക്കും വളരെ അതിമനോഹരമായ പന്തൽ കാണാവുന്നതാണ്. മുൻപത്തേക്കാൾ അതിമനോഹരമായി ഇത്തവണ പൂരം നടത്തുമെന്ന കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രനും പറഞ്ഞു. ഇതുവരെ നടന്ന പൂരങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായ, ഏറ്റവും നല്ല രീതിയിൽ പൂരം നടക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടന്നിട്ടുണ്ട്. അതിൽ പാറമേക്കാവും തിരുവമ്പാടിയും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നുണ്ട്. മറ്റ് ഘടകപൂരങ്ങളുണ്ട്. ഇതിനെല്ലാം ആതിഥ്യമരുളി കൊച്ചിൻ ദേവസ്വം ബോർഡ് എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതെ എല്ലാവരുമായി സഹകരിച്ച ഇത്തവണ മനോഹരമായി പൂരം നടത്തുമെന്ന് ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാറും കൂട്ടിച്ചേർത്തു. ഈ പൂരത്തിന് യാതൊരുവിധ 2025 പൂരത്തിന് യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ വളരെ ഭംഗിയായി ജില്ലാ ഭരണകൂടവും കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ദേവസ്വങ്ങളും എല്ലാവരും ഒരുമിച്ച് കൂടി നിന്ന് നമുക്ക് നടത്താൻ സാധിക്കും. നടുവിലാൽ പന്തലിന്റെ നിർമ്മാണം ചെറുതുരുത്തി ആരാധന പന്തൽ വർക്സിന്റെ സെയ്തലവിയും നായ്ക്കനാൽ പന്തലിന്റെ നിർമ്മാണം ചേറൂർ സ്വദേശി മണികണ്ഠൻ പള്ളത്തുമാണ് നടത്തുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മേയർ M.K. വർഗീസ്, പി. ബാലചന്ദ്രൻ MLA, മുൻമന്ത്രി V.S. സുനിൽകുമാർ, ദേവസ്വം ഭാരവാഹികൾ, ദേശക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, തൃശൂർ.